അടുപ്പിൻ്റെ തണൊന്നും കാണാൻ മൊഞ്ചില്ലാന്ന് വിചാരിച്ചിട്ട് അടുപ്പൊന്നും കത്തിക്കാണ്ട് ഞാൻ നിൽക്കലില്ല കേട്ടോ. രാവിലത്തെ ചായ കുടിയും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇരുന്നത് ചോറും കറിയും വെക്കുക എന്നാണ്. അപ്പോൾ ഇന്ന് ചോറുമെന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ചോറ് എനിക്ക് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം ചോറ് തന്നെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റേഷൻ അരീൻ്റെ ചോറായതുകൊണ്ടേ അത് തിളപ്പിച്ച് ഊറ്റിയാൽ ചിലപ്പോൾ കഞ്ഞി അങ്ങോട്ടാവും. എന്നാൽ പിന്നെ കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തീയൊക്കെ കത്തിച്ചിട്ട് ഒന്ന് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ അതങ്ങോട്ട് കഞ്ഞി ആയിക്കോളുമല്ലോ. അപ്പോൾ കഞ്ഞിയും പിന്നെ കായ് ഉപ്പേരിയും അങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചക്കാകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ കഴിക്കാം. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പം അതും ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് മുറിച്ച് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്ക ഉണ്ടായിരുന്നു കേട്ടോ പുരയിൽ. അപ്പോൾ ഇക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ടായി. ചെറുപഴവും കട്ടപ്പാലും ബൂസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും ഒന്ന് അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളെ കായൊക്കെ വെന്ത് വന്നതാണ്. പിന്നെ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. വേറെ ഒന്നും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ എന്താണ് ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് വറവിടുമ്പം കുറച്ചധികം ചെറിയുള്ളി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില വറ്റൽമുളക് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വറവിട്ടാൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ അതൊക്കെ വറവിട്ട് വെച്ചിട്ടുണ്ട്. കഞ്ഞിയും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഉണ്ടാക്കിയത് കൊണ്ട് ചെറുതായിട്ടൊന്ന് പെരുങ്ങുമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു പെരുങ്ങലിനുള്ളതൊന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കി വീണ്ടും അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. നാച്ചിക്കുട്ടൻ ട്രൗസർ ഇടാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാട്ടോ കഞ്ഞി ആയിണ്ട് ഉപ്പേരി ആയിണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വടുകയും അതുപോലെ ഉണക്ക മുളക് പൊരിച്ചതും ഒക്കെ കൂടെ കൂട്ടി കഞ്ഞി കുടിച്ചിട്ടുണ്ട്.